ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. അവകാശം, തുല്യത, ശാക്തീകരണം എന്നിവയാണ് മുദ്രാവാക്യം. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണം എന്നാൽ ഞങ്ങൾക്ക് പാർട്ടിയിലുള്ള വനിതകൾക്കും മന്ത്രിസഭയിലുള്ള വനിതകൾക്കും NGO യൂണിയനിലെ വനിതകൾക്കും പൂക്കാസ ആന്റിമാർക്കും മാത്രമുള്ളതാണ്. വനിതാ മതിൽ പണിയാൻ വരുന്നവർക്ക് ആ ദിവസം നല്ല ശാക്തീകരണം ഉണ്ടാകും. ശാക്തീകരണം നൽകി ശബരിമല കയറ്റിയവരെ ഇപ്പോഴെങ്ങും കാണാനുമില്ല. സെക്രട്ടേറിയറ്റ് നടയിൽ ജീവിക്കാനുള്ള കാശ് ചോദിച്ച് സമരം ചെയ്യുന്നവർക്ക് മഴയും വെയിലും കൊണ്ട് സഖാക്കളുടെ തെറിയും പൂരപ്പാട്ടും ആക്ഷേപങ്ങളും കേൾക്കാനാണ് വിധി. അതും വനിതകളാണ്. തൊഴിലാളി വർഗത്തിന്റെ നേതാവിന് അവർ ഈർക്കിൽ പാർട്ടിയും പാട്ടപെറുക്കികളുമാണ്. പാർട്ടി പറയുന്നത് കേട്ടും പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തും നേതാക്കൾ വരുമ്പോൾ ആൾ നിറച്ചും ഒപ്പം നിൽക്കുന്നവർക്ക് ഞങ്ങൾ വല്ലതും നക്കാപ്പിച്ചാ തരും. അത് കൈനീട്ടി വാങ്ങി പഞ്ചപുച്ഛമടക്കി എവിടെയെങ്കിലും കഴിഞ്ഞു കൊള്ളണം. അല്ലാതെ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച് വല്ലതും നേടാമെന്ന് കരുതിയാൽ ഞങ്ങൾ സഹിക്കില്ല. ഞങ്ങൾ വിപ്ലവ പാർട്ടിയാണ്. നല്ലവരായ നാട്ടുകാരെന്ന് ഞങ്ങൾ സംബോധന ചെയ്യുന്നത് മര്യാദയ്ക്കിരിക്കുന്ന നാട്ടുകാരെയാണ്. ആശാവർക്കർമാരുടെ സമരത്തെ അംഗൻവാടിക്കാരെ ഇറക്കി പൊളിക്കുന്നതാണ് ഞങ്ങളുടെ രീതി. കേരളത്തിലെ ശരിയായ സ്ത്രീപക്ഷം വനിതാ ദിനത്തോടനുബന്ധിച്ച് മനോരമയുടെ 1-ാം പേജിൽ അണിനിരന്നിട്ടുണ്ട്. പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി ഒത്തുകൂടിയവരാണ് അവർ. PK ശ്രീമതിയും ഡോക്ടർ ചിന്തയും KK ശൈലജയും സൂസൻ കോടിയും മേഴ്സിക്കുട്ടിയും P സതീദേവിയും ഒക്കെ ഉണ്ട്. ദിവസം കിട്ടുന്ന 233 രൂപ കൊണ്ട് സുഭിക്ഷമായി കഴിയുകയും 100 രൂപ ഭാവിയിലേക്ക് കരുതി വെക്കുകയും ചെയ്യുന്നവരാണ് അവർ. അങ്ങനെ മിച്ചം പിടിച്ച കാശ് കൊണ്ടാണ് ചിന്താ ജെറോം ക്യൂബയിൽ പോയതും അവിടുത്തെ കാണാ കഥകളൊക്കെ നമ്മോട് പറഞ്ഞതും. ശ്രീമതി ടീച്ചറൊക്കെ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി പ്രയത്നിച്ച കഥകളും കഷ്ടപ്പാടും കേട്ടാൽ നമ്മുടെ കണ്ണ് നനയും. പണ്ടത്തെ VIP സന്ദർശനം മുതൽ ശശിയുടെ പീഡനത്തിന്റെ തീവ്രത കുറിച്ച് റിപ്പോർട്ട് നൽകിയതുവരെ ശ്രീമതിയുടെ സ്ത്രീ ശാക്തീകരണ പാതയിലെ രക്തനക്ഷത്രങ്ങളാണ്. സതുദ്ദേശത്തോടെ ചെയ്ത ഒരു നിഷ്കളങ്കമായ പ്രവൃത്തിയുടെ പേരിൽ വേട്ടയാടപ്പെട്ട PP ദിവ്യയ്ക്ക് വേണ്ടി കണ്ണൂർ ജയിലിന് മുമ്പിൽ തലയറിഞ്ഞ് കരയുകയായിരുന്നു ശ്രീമതി.